ചിന്തിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല സന്ദർഭമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് നാം പഠിച്ചു വന്ന വിശ്വാസ വീരന്മാർ എന്ന വിഷയത്തിൽ 11ാമത്തെ ക്ലാസ്സാണ്. 10 പേരുടെ കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ കർത്താനദാസൻ ജോൺസൺ റോയി സംസാരിച്ചത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചായിരുന്നല്ലോ. ഞാൻ 3 ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്തു, ബാക്കിയുള്ളതെല്ലാം കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് ഈ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നെന്ന് പറയുന്നത് യാദൃശ്ചിക കാര്യമല്ല. കാരണം 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ അവിടെ പ്രതാപത്തോടെ ജീവിക്കണമെങ്കിൽ താൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, ഒരു ശിപ്പായുടെ ജോലിയെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞില്ലേ? അതൊന്നും പോരാ, ഒരു കളക്ടറുടെ ജോലി കിട്ടണം കുറഞ്ഞ പക്ഷം. അത്ര നിലവാരത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസത്തിൽ വീര്യം കാണിക്കണം. അതായിരുന്നു ആദ്യം പഠിക്കേണ്ടത്. എന്തായാലും ഇടയ്ക്കാണെങ്കിലും അത് പഠിക്കുവാൻ ദൈവം അവസരം തന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ ഒരു 10 ക്ലാസ് കാണുമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് ശേഷിക്കുന്ന നമ്മുടെ കാലം വിശ്വാസത്തിൽ നിശ്ചയമായിട്ടും വീര്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്കിടയാകണം. അത് ഭാവിയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 11ാം അധ്യായം, അവിടെ നാം അവസാനിപ്പിച്ചത് മോശയുടെ അമ്മയപ്പന്മാരെ കുറിച്ചായിരുന്നല്ലോ. തുടർന്ന് വായിക്കുന്നത് മോശയെക്കുറിച്ചാണ്. അതിന്റെ 24ാമത്തെ വാക്യം മുതൽ ഏതാണ്ട് 5 കാര്യങ്ങൾ മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 5 വാക്യങ്ങളുണ്ട്. സാധാരണ നാം പഠിച്ചു വന്നതെല്ലാം ഒറ്റ വാക്യമേ ഉള്ളായിരുന്നു പലരെക്കുറിച്ചും പഠിക്കാനായിട്ട്. ഇതല്പം വിശദമായി പറയാനുണ്ടെങ്കിലും 5 കാര്യവും ഒറ്റ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ഗ്രഹിക്കുവാൻ നമുക്ക് സഹായകരമായിരിക്കുന്നത്. അതുപോലെ നമുക്ക് ആ കാര്യം നോക്കാം. 24ാം വാക്യത്തിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ മോശ എന്ന് പറഞ്ഞ, വിശ്വാസത്താൽ മോശ, ബൈ ഫെയ്ത്ത് മോസസ്. തനിക്ക് വിശ്വാസം എവിടെ നിന്ന് കിട്ടി? അതാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. ഒന്നാമത്, തന്റെ അമ്മ തന്നെ വളർത്തുവാൻ ഒരു പ്രത്യേക സാഹചര്യം ദൈവം കൊടുത്തു. ചരിത്രം നമുക്കറിയാം. ആ സമയത്ത് അമ്മ അവനെ വളർത്തുമ്പോൾ അമ്മയുടെ കഴിവനുസരിച്ച് ഉള്ള സമയത്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുത്തിരിക്കണം. അത് ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കിയ ഒരു വഴിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. അത് നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഇനിയും അത് ആവർത്തിച്ച് പറയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം, അമ്മയിൽ നിന്ന് ലഭിച്ച ആത്മീകമായ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, തുടർന്നുള്ള 40 വർഷം തനിക്കൊരു പരിശീലനം ലഭിച്ചു. അത് അരമനയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന്. ആ പരിശീലനവും തന്റെ വിശ്വാസത്തെ പിൽക്കാലത്ത് ഉറപ്പിക്കുവാൻ കാരണമായി. അതെങ്ങനെ ചോദിച്ചാൽ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും താൻ ശരിക്കും പഠിച്ചു. കൊട്ടാരത്തിന്റെ കാര്യം, കൊട്ടാരത്തിന് വെളിയിലുള്ള കാര്യം, പല കാര്യങ്ങൾ പഠിച്ചു. അവിടുത്തെ പട്ടാളക്കാരെ കുറിച്ച്, അവിടുത്തെ ദേവന്മാരെ കുറിച്ചൊക്കെ താൻ ഈ 40 വർഷം കൊണ്ട് പഠിച്ചു. അതും തന്റെ ഏക സത്യ ദൈവത്തെയും കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും തന്റെ ജീവിതത്തിൽ അത് വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ദൈവം നേരിട്ട് തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് താൻ മിസ്രയീമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ മിദ്യാനിൽ ചെന്ന് പാർത്തു. 40 വർഷം മിദ്യാനിയ പുരോഹിതനായ യിത്രോവിന്റെ ആടുകളെ പരിപാലിച്ചുകൊണ്ട് ജീവിച്ചു. ആ 40 വർഷം കഴിയുമ്പോൾ പുറപ്പാട് 3 ആരംഭിക്കുന്നത് എങ്ങനെയാണ്? തന്റെ അമ്മായിപ്പനായ യിത്രോയുടെ ആടുകളെ പരിപാലിച്ചുകൊണ്ട് പോകുമ്പോൾ മോശ മരുഭൂമിക്ക് അപ്പുറം കടന്നപ്പോൾ, ദി അതർ സൈഡ് ഓഫ് ദ വിൽഡേഴ്സ്, മരുഭൂമിക്ക് അപ്പുറം കിടന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ വെന്തു പോകുന്നില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ വലിയ കാഴ്ച കാണാൻ താൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടുന്ന് ശബ്ദം കേട്ടു, മോശേ മോശേ എന്ന് വിളിക്കുന്ന ശബ്ദം. എന്നിട്ട് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, വരിക, ഞാൻ നിന്നെ അയക്കാം. അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് കണ്ട് കേട്ട അനുഭവം തനിക്കുണ്ട്. തന്നെയുമല്ല,
താൻ വലിയ കാഴ്ച കണ്ട മനുഷ്യനാണ്. വലിയ കാഴ്ച അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് 3-ാം അധ്യായത്തിൽ. അപ്പോൾ തന്റെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. രണ്ടാമത്തേത് വിശ്വാസത്താൽ മോശ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് മോശ എന്ന് പേരിട്ടത് ആരാ? ഫറവോന്റെ മകളാണ്. നമ്മളെ സംബന്ധിച്ചും നാം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവരാണ്. പൊതുനിയമത്തിൽ ആദ്യം വെള്ളത്തെക്കുറിച്ച് 6, 7, 8 3 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ന്യായവിധിയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ന്യായവിധി, ദൈവം ന്യായവിധിയാകുന്ന വെള്ളമയച്ച് ജനങ്ങളെ നശിപ്പിച്ചു അനുസരിക്കാത്തവരെ. നാം ന്യായവിധിയിൽ നിന്ന് പുറത്തു വന്നവരാണ്. അതാണ് വെള്ളത്തിന്റെ ഒരു അർത്ഥം, ആ മോശ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരർത്ഥം. രണ്ടാമത്തേത് യെശയ്യാവ് 43 വായിക്കുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നദി നിന്റെ മേൽ കവിയുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കഷ്ടതയുടെ ചിത്രമാണ് അവിടുത്തെ വെള്ളം. യെശയ്യാവ് 43 പറഞ്ഞിരിക്കുന്നത് കഷ്ടതയുടെ ചിത്രമാണ്. നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നദി നിന്നെ മുക്കിക്കളയില്ലെന്ന് പറഞ്ഞാൽ കഷ്ടത നിന്നെ നശിപ്പിച്ചു കളയില്ല. നാം ഓരോരുത്തരും ചെറുതും വലുതുമായ കഷ്ടതയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരും കടന്നു പോകുന്നവരുമാണ്, അതിൽ നിന്ന് പുറത്തു വന്നവരുമാണ്. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായവിധിയിൽ നമ്മൾ പുറത്തു വന്നു, കഷ്ടതയിൽ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മളൊക്കെ മോശ എന്ന പേരിന് അർഹതയുള്ളവരാണ്. അപ്പോൾ വിശ്വാസത്താൽ മോശ 2 കാര്യം അവിടെ പറഞ്ഞു. അവിടെ ഒരു വാക്കൂടെ ഉണ്ട്, താൻ വളർന്നപ്പോൾ. അത് നമുക്ക് ലാസ്റ്റ് ചിന്തിക്കാമെന്ന് വിചാരിക്കുക, സമയം അതനുസരിച്ച് നമുക്ക് എടുക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്, അത് അവിടെ നിൽക്കട്ടെ. താൻ വളർന്നപ്പോൾ എന്താ ചെയ്തത്? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒന്നാമത്തെ കാര്യം, താൻ നല്ല ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ഈ പാപത്തിന്റെ തൽക്കാല ഭോഗം എന്ന് പറഞ്ഞാൽ പാസിംഗ് പ്ലഷർ ഓഫ് ദ സിൻ. പാപത്തിന് ഒരു പ്ലഷറുണ്ട്, ഒരു സന്തോഷമുണ്ട്, പക്ഷെ അത് കടന്നു പോകുന്നതാണ് തൽക്കാലമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് കൊട്ടാരമാണ്, മിസ്രൈമാണ്. മിസ്രൈമിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല. എല്ലാ പ്രതാപത്തോട് ജീവിക്കാം, തിന്നാനും കുടിക്കാനും മാത്രമല്ല എങ്ങനെയും ജീവിക്കാൻ സാഹചര്യമാണല്ലോ മിസ്രൈം എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത്. അവിടെയാണ് താൻ 40 വർഷം വളർന്നു വന്നത്. അവിടെ തന്നെ തുടർന്നിരുന്നെങ്കിൽ തനിക്ക് വലിയ പ്രതാപത്തോടെ ജീവിക്കാമായിരുന്നു. താൻ പറയുന്നത് പാപത്തിന്റെ തൽക്കാല ഭോഗം, ദ പാസിംഗ് പ്ലഷർ ഓഫ് ദ സിൻ, മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്തു? ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. ദൈവജനം എവിടെയാ? ദൈവജനം പാർക്കുന്നത് ഗോശൻ ദേശത്താണ്, മിസ്രൈമിലെ അങ്ങേയറ്റത്താണ്. ഈ മിസ്രൈമിയർക്ക് ഇസ്രായേലിയരെ ഇഷ്ടമല്ല, കാരണം അവർ ഇടയന്മാരാണല്ലോ. ഇടയന്മാരെ അവർക്ക് അറപ്പാണ്. മിസ്രൈമരുടെ കൂടെ ഇസ്രായേൽ മക്കളുടെ കൂടെ മിസ്രൈമർ ഒന്നിച്ചിരുന്ന് ആഹാരം പോലും കഴിക്കുകയില്ല. അവരെന്താ മാറ്റി പാർപ്പിച്ചിരിക്കുക. അതിനുള്ള ക്രമീകരണം ദൈവം യോസഫ് മുഖാന്തരം ഒരുക്കിയതുമാണ്. ഇപ്പൊ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അപ്പൊ അവർ പാർക്കുന്ന അവിടെയാണ്. അവിടെ നിന്നയുണ്ട്, പരിഹാസമുണ്ട്, വേദനയുണ്ട്, കഷ്ടതയുണ്ട്, ചാട്ടവാറുകൊണ്ടുള്ള അടിയുണ്ട്, സമയത്ത് ആഹാരം കിട്ടാത്ത സാഹചര്യമുണ്ട്. ദൈവജനം പാർക്കുന്ന അവിടെയാണ്. താൻ പാർത്തത് കൊട്ടാരത്തിലെ താൽക്കാലികമായ സന്തോഷം വേണ്ട എന്ന് വെച്ചിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക. കഷ്ടം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇൽ ട്രീറ്റ്മെന്റ് എന്നാണ്. ഇൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മോശമായ പെരുമാറ്റം എന്നാണ്. കൊട്ടാരത്തിൽ ബഹുമാനമാണ്, ആദരവാണ്. ആര് കണ്ടാലും മോശ കണ്ടാലും എഴുന്നേൽക്കും. കാരണം എന്നാ? ഫറവോന്റെ പുത്രിയുടെ മകനാണ്. അത് വേണ്ട. അപ്പൊ താൻ ഒന്നാമത് ചെയ്തത് ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തി. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില നന്മകളോ സന്തോഷങ്ങളോ നമ്മുടെ നിത്യതയുടെ നന്മയെ ബാധിക്കുമെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്നത് യോഗ്യമായതായിരിക്കണം. താൽക്കാലികമായ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് നിത്യമായതിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുക. രണ്ടാമത്തെ കാര്യം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഒന്നാമത്തേത് തിരഞ്ഞെടുത്തു, രണ്ടാമത്തേത് നിരസിച്ചു. നിരസിച്ചെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വാക്കാണ്. റെഫ്യൂസ്, തള്ളിക്കളഞ്ഞു. ഒരുമാതിരി പുച്ഛമായി പറയുന്ന വാക്കാണ് നിരസിക്കുക, തള്ളിക്കളയുക എന്നുള്ളത്. പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്താ പ്രതിഫലം? വിശ്വാസികളെ സംബന്ധിച്ച് പ്രതിഫലം എന്ന് പറഞ്ഞാൽ എവിടെ ചെല്ലുമ്പോഴാണ് കിട്ടുന്നത്? എവിടാ? സ്വർഗത്തിലാണ്. അവിടെ ചെല്ലുമ്പം
കിട്ടിയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ കിട്ടിയാൽ ചെന്നാൽ പിന്നെ നിത്യതയാണ്. ആ പ്രതിഫലം നിത്യമാണ്. ഇവിടുത്തെ പേരെന്തുവാ? ഫറവോന്റെ പുത്രിയുടെ മകൻ. അപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൻ ഫറവോന്റെ ആരാ? അറിയത്തില്ലേ? കൊച്ചുമകനാണ്. രാജാവിന്റെ കൊച്ചുമകൻ എന്ന് വിളിക്കപ്പെടുന്നതും രാജാവിന്റെ മകളുടെ മകൻ എന്നറിയപ്പെടുന്നതും താൻ നിരസിച്ചു, തള്ളിക്കളഞ്ഞു. കാരണം എന്നാ? ഈ ഭൂമിയിലെ പ്രതാപവും സ്ഥാനവും മാനവും ഒക്കെ അല്പനാളത്തേക്കേ ഉള്ളൂ എന്ന് തനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് താൻ എന്ത് ചെയ്തില്ല? അതിനെ സ്വീകരിച്ചില്ല, അതിനെ തള്ളിക്കളഞ്ഞു. നിത്യത ഒന്നുണ്ട്, പ്രതിഫലം ഒന്നുണ്ട്. ഈ സ്ഥാനമാനം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, പേരും പെരുമയും ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തികച്ചും കഷ്ടമായിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്. ഒരു സുവിശേഷൻ എന്ന് പറയുന്നത്, ഒരു മൂപ്പൻ എന്ന് പറയുന്നത്, ഒരു ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്, ശുശ്രൂഷൻ എന്ന് പറയുന്നത് അതൊരു സ്ഥാനവും മാനവും ഒന്നുമല്ല. പിന്നെന്തുവാ? അതൊരു ശുശ്രൂഷയാണ്. അത് ശുശ്രൂഷയാണ്. മേശമേ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്ത് അപ്പമെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നയാളാണോ വലുത്, വാങ്ങിക്കുന്നയാളാണോ? പറയാൻ ചില ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. ഹോട്ടലിലേക്ക് പോവാ. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ആഹാരം കഴിക്കാനിരിക്കുന്നു, കൊണ്ടുവന്ന് വിളമ്പുന്നയാളാണോ വലുത്, കഴിക്കുന്നയാളാണോ വലുത്? കഴിക്കുന്നയാളാ. അപ്പൊ ആരാ വലുത്? നമ്മൾ കരുതിയിരിക്കുന്നത് എന്തുവാ? അപ്പം എടുത്ത് കൊടുക്കുന്നു കഴിയുമ്പോൾ ഞാൻ ഏതാണ്ട് ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. മോശ എന്താ പറഞ്ഞത്? മോശ പറഞ്ഞത് രാജാവിന്റെ കൊച്ചുമോന്റെ പേര് എനിക്ക് വേണ്ട, രാജാവിന്റെ മകളുടെ പേര് എനിക്ക് വേണ്ട. ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിത്യതയുള്ളതാണ്. ഇത് താൽക്കാലികമാണ്. അതുകൊണ്ട് സ്ഥാനമാനങ്ങളല്ല നമ്മുടെ വിഷയം, ശുശ്രൂഷ വിഷയം. ശുശ്രൂഷ ഇവിടെ ശുശ്രൂഷിക്കുക, ജീവിക്കുക, അവിടെ ചെല്ലുമ്പം പ്രതിഫലം കിട്ടും. ഈ സ്ഥാനവും മാനവും ആഗ്രഹിക്കുന്ന പലര് വിശ്വാസ സമൂഹങ്ങളിലുണ്ട്. അവർ വിശ്വാസികളെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഈ മോശ അങ്ങനെ തീരുമാനിക്കാൻ കുറഞ്ഞ പക്ഷം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടും. രണ്ടാമത്തേത്, താൻ ഫറവോന്റെ പുത്രിയുടെ മകനായി തന്നെ അവിടെ തുടർന്നാൽ ചരിത്രം പറയുന്നത് ആ ഫറോ രാജാവിന് ആൺമക്കളില്ല, ഒരു മകളെ ഉള്ളായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഫറോ രാജാവായിട്ട് വരേണ്ടത് ആരാ? മോശയാ. മോശ രാജാവായിട്ട് സിംഹാസനത്തിലിരുന്നാൽ ഇസ്രായേൽ മക്കളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ പദ്ധതി എന്തുവാ? നീ അവിടെ ഇരിക്കുന്നുള്ളത്, നീ ഇറങ്ങി വന്ന് എന്റെ ജനത്തെ ശുശ്രൂഷിക്കുക, അവരെ ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ രാജാവായിട്ടിരുന്നാൽ എനിക്ക് പ്രതാപത്തോടെ ഇരിക്കാം, പക്ഷെ എന്റെ ജനങ്ങളോട് ഞാൻ കഠിനമായിട്ട് ഇടപെടേണ്ടി വരും. ഇന്നും കസേരയിൽ കയറി ഇരുന്നുകൊണ്ട് വിശ്വാസികളോട് കഠിനമായിട്ട് ഇടപെടുന്ന നേതാക്കന്മാരുണ്ട്. തെറ്റാ, അത്ര പറയുന്നു. തെറ്റാ. കസേരയല്ല വലുത്, പ്രതാപമല്ല വലുത്, സ്ഥാനമാനമല്ല വലുത്. സെക്രട്ടറി, പ്രസിഡന്റ് എന്തെല്ലാം സ്ഥാനങ്ങളാ വിശ്വാസ സമൂഹത്തിനുള്ളത്. അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസികളെ നയിക്കുക, ഭരിക്കുക. പ്രമാണം തെറ്റാ. മോശ അത് വേണ്ടെന്ന് വെച്ച ആളാണ്. മോശ വേണ്ടെന്ന് വെച്ചത് വെറും കസേരയല്ല, പിന്നെ സിംഹാസനം വേണ്ടെന്ന് വെച്ച ആളാണ്. മനസ്സിലായോ? അപ്പൊ താൻ വിചാരിച്ചു, ഞാൻ അവിടെ ഇരുന്നാൽ ഇത് പറ്റത്തില്ല, എന്റെ ജനത്തെ പരിപാലിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, താൻ അറിയാതെ പോയൊരു സത്യമുണ്ട്. എന്തെന്നറിയാമോ? വായിച്ച ഒരു വാക്യം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 10, അതിന്റെ 10-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ അവിടുന്ന് പുറപ്പെട്ട ശേഷം ഫറവോൻ ചെയ്ത കാര്യമാണ്. 10-ാം വാക്യം. ഫറവോൻ രഥങ്ങളുമായിട്ട് അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി പുറകോട്ട് നോക്കി ഭയപ്പെട്ടു പോയി. 28-ാം വാക്യം, വേഴ്സ് 28. 28. മതി, മനസ്സിലായല്ലോ. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വന്നു. അവരങ്ങോട്ട് പോകുമ്പം കുറെ ആര് വരുക? ഫറവോനും സൈന്യവും രഥങ്ങളും വരുക. മോശ അക്കാലത്ത് സിംഹാസനത്തിരിക്കുന്ന ആളായിരുന്നെങ്കിൽ ഈ ഫറോ രാജാവിന് പകരം ആരായിരുന്നു ആ സൈന്യത്തെ നയിക്കേണ്ടത്? മോശയായിരുന്നു. മോശ മുമ്പിൽ രഥത്തിൽ പോകും, ബാക്കിയോട് പുറകെ പോകും. നേരെ ചെന്ന് കടലിലങ്ങ് മുങ്ങും. മോശയ്ക്ക് അന്ന് ആ സത്യം അറിയത്തില്ലായിരുന്നു, എന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഫറവോന്റെ പുത്രിയുടെ മകൻ അല്ല, അത് വേണ്ട, എനിക്ക് പ്രതിഫലം മതി. ഞാൻ പറയട്ടെ, ഒരു പക്ഷേ അക്കരെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഫറോ രാജാവും സൈന്യവും എല്ലാം രഥങ്ങളും ഈ കടലിൽ മുങ്ങിയപ്പോൾ മോശ പറഞ്ഞു കാണും, തമ്പുരാനെ, അന്ന് ഞാൻ ആ തീരുമാനം എടുത്തത് നന്നായി. നമ്മൾ പല തീരുമാനവും അറിയാതെ എടുക്കും.
അതിന്റെ നന്മ പിന്നെ മനസ്സിലാവുന്നത്. അന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ പോകുമായിരുന്നല്ലോ. മോശെ, നീ സിംഹാസനത്തിലിരുന്നാൽ നീയല്ല, ദൈവത്തിന് 100 പേരുണ്ട്, യോശുവയുണ്ട്, അഹരോനുണ്ട്, 100 പേരുണ്ട്. ദൈവം അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ തീരുമാനം തെറ്റിപ്പോകരുതെന്നാണ് ഞാൻ പറയുന്നതിന്റെ ആശയം. ആ നിരസിച്ചു എന്ന് പറയുന്നത് തെറ്റിപ്പോകല്ല. 1 തിരഞ്ഞെടുത്തു, 2 നിരസിച്ചു. 3-ാമത്തെ കാര്യം, മടങ്ങി വരാം. 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിക്കുന്നത്, വിശ്വാസത്താൽ ആണോ അല്ല മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. ഇദ്ദേഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച് എവിടുന്ന് കിട്ടിയെന്ന് അറിയത്തില്ല ഐഡിയ. അന്ന് ക്രിസ്തു ഉണ്ടോ? അന്ന് ക്രിസ്തു ഇല്ല. ക്രിസ്തു നിന്ന് അനുഭവിക്കുന്ന തനിക്കറിയാമോ? ഇതാണ് ഒരു വ്യക്തി വേണ്ട എന്ന് ചില കാര്യങ്ങൾ വെച്ചിട്ട്, ചില കാര്യം തള്ളിക്കളഞ്ഞിട്ട് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവന് പല കാര്യങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കും, ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒരു രക്ഷകനെ കുറിച്ച് മോശയുടെ സമയത്ത് ആകെ അറിയാവുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന വാക്യം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അത് അമ്മയോ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് കാണും. അല്ലെങ്കിൽ 22-ാം അധ്യായത്തിൽ അബ്രഹാം മകനെ യാഗം കഴിക്കുമ്പോൾ അതിന് പകരം ഒരു ആടിനെ യാഗം കഴിച്ച് അവന് രക്ഷപ്പെട്ടു. അത് ക്രിസ്തുവിന് ചിത്രമാണെന്നൊക്കെ, മശിഹയുടെ ചിത്രമാണെന്ന് ഒരുപക്ഷെ അമ്മ പറഞ്ഞു കാണും. അങ്ങനെയുള്ള ചില തുച്ഛമായ അറിവുകളെ തനിക്കുള്ളൂ. എന്നാൽ ഇവിടെ താൻ പറയുന്നത് ക്രിസ്തുവിന്റെ നിന്ന എന്നാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് യേശു അല്ല. യേശു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നയാളല്ല, ഉണ്ടായ ആളാണ്. അവൻ ജനിച്ചതാണ്. അന്ന് മുതലാണ് തൻ്റെ ആ മനുഷ്യത്വത്തിന്റെ തുടക്കം. എന്നാൽ ക്രിസ്തു ഉണ്ടായിരുന്നവനാണ്. അപ്പോസ്തലത്തിൽ വായിക്കുന്നു, ദൈവം യേശുവിനെ ആത്മാവിനാലും വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 10:38, ആക്ട്സ് 10:38. അപ്പോസ്തല പ്രവൃത്തി 10:38 പത്രോസ് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു അഭിഷിക്തനാണ്, മശിഹയാണ് എന്ന് ഇസ്രായേൽ മക്കളെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് വായിക്കാൻ പോകുന്നത്. വായിച്ചു. ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതെപ്പോഴാണ്? അത് നിത്യതയിൽ സംഭവിച്ച കാര്യമാണ്, ഇങ്ങോട്ട് വന്നപ്പോഴല്ല. നിത്യതയിലെ അവൻ ക്രിസ്തുവാണ്, നിത്യത്തിലെ അവൻ ദൈവമാണ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവത്വം കൂടി അടങ്ങിയിട്ടുണ്ട്. അഭിഷേകം പ്രാപിച്ച് ഇങ്ങോട്ട് വന്നവനാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിട്ട്. ആ ക്രിസ്തു കഷ്ടം അനുഭവിക്കും. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും കഷ്ടമുണ്ടാകും. ഒടുവിലെ കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാനും ആ കഷ്ടത്തെ ജയിച്ചവനാണ്. ഈ ഒരു ബോധ്യം അന്ന് മോശയ്ക്കുണ്ടായെന്ന് പറയുന്നത് അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. അതിന് കാരണം തനിക്ക് ലഭിച്ച പരിജ്ഞാനത്തിന് ഒത്തവണ്ണം താൻ ദൈവത്തെ സ്നേഹിച്ചു, മുറുകെ പിടിച്ചു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കർത്താവ് വേറൊരു വിഷയത്തിൽ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകന്മാരാക്കും. നമുക്ക് ലഭിച്ച ആനുകൂല്യം, ആരോഗ്യം, സമ്പത്ത്, പരിജ്ഞാനം, സമയം അത് വിശ്വസ്തമായി വിനിയോഗിച്ചാൽ അധികം നൽകി ദൈവം നമ്മെ സഹായിക്കുകയും അനേകർക്ക് പ്രയോജനമായി നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. ഇവിടെ മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന എന്ന് പറഞ്ഞാൽ മിസ്രൈമിലെ നിക്ഷേപം എന്തുവാ? 1-2 വാക്ക് നമുക്ക് വായിക്കാം. മിസ്രൈമിയുടെ പരിജ്ഞാനം നോക്കാം. ആദ്യം 1 രാജാക്കന്മാർ 4-ാം അധ്യായം 30-ാം വാക്യം. 1 Kings chapter 4:30. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവരുടെ പരിജ്ഞാനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയാനായിട്ട് ആത്മാവ് ഉപയോഗിച്ച വാക്കാണ് സകല പൂർവ്വദിഗ്വാസികളുടെയും പൂർവ്വദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും, പിന്നെ മിസ്രൈമിലെ ജ്ഞാനത്തെക്കാളും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം ഉള്ളത് ശലോമോന്. അതാര് കൊടുത്തതാ? ദൈവം നേരിട്ട് കൊടുത്തതാ. ശലോമോന് തൊട്ടടുത്തുള്ള ജ്ഞാനം ആരുടെയാണ്? മിസ്രൈമിലുടെയാണ്. അപ്പൊ ഈ ജ്ഞാനമാണ് തനിക്ക് ലഭിച്ചത്. ആ പിൽക്കാലത്ത് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലുണ്ട്. ആ ജ്ഞാനമാണ് താൻ പ്രാപിച്ചത്. അപ്പൊ മിസ്രൈമിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു കാര്യം ഇതാ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവർ ഏറ്റവും
ജ്ഞാനമുള്ളവരായിരുന്നു. അടുത്ത വാക്യം വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം ഐശയ്യ 31 31 അധ്യായം 1 വാക്യം. യെശയ്യാവ് 31:1. മിസ്രയീമിന്റെ നിക്ഷേപം അല്ലെങ്കിൽ സമ്പത്ത് എന്താണെന്ന് നാം ഇപ്പൊ ചിന്തിക്കുന്നത്. ആ അപ്പോൾ മിസ്രയീമിന്റെ സമ്പത്ത് എന്തുവാ? ധാരാളം കുതിരകളുണ്ട്, ധാരാളം രഥങ്ങളുണ്ട്, അവർ മഹാബലവാന്മാരാ. ഇനി തീർന്നില്ല, അതിന്റെ തന്നെ 3 വാക്യം വായിച്ചു. വേഴ്സ് 3. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അവരാരാ? ദൈവമൊന്നുമല്ല, പിന്നെ ജഡമാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ജഡത്തിൽ ആശ്രയിക്കരുത്. അപ്പൊ മിസ്രയീമിന്റെ 1ാമത്തെ പ്രത്യേകത സമ്പത്ത്, അവർ പരിജ്ഞാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയവരാണ്, ശലോമോൻ കഴിഞ്ഞാൽ. 2ാമത്തേത് അവരുടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ ധാരാളം കുതിരകളും രഥങ്ങളും അവർക്കുണ്ട്, ബലവാന്മാരുണ്ട്. ഒരു വാക്കോട് വായിക്കാം. 2 ദിനവൃത്താന്തം 2 Chronicles chapter 1 verse 16, 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. ശലോമോന് പോലും കുതിരകളെ കൊണ്ടുവന്നിരുന്നത് മിസ്രയീമിൽ നിന്നായിരുന്നു. പിന്നെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ മനസ്സിലായല്ലേ? അത് മതിയല്ലോ. മിസ്രയീമിൽ സമ്പത്ത് എത്ര എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വണ്ണം മിസ്രയീമിൽ സമ്പത്തുണ്ട്, ധനമുണ്ട്. മറ്റാർക്കും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വണ്ണം മിസ്രയീമിൽ പരിജ്ഞാനമുണ്ട്. ഈ പരിജ്ഞാനവും ഈ ധനവും വിട്ടിട്ടാണ് മോശ പറയുന്നത്, മിസ്രയീമിലെ ധനത്തെക്കാൾ സമ്പത്തിനേക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനമെന്ന് എണ്ണി എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്തു, അതിനെ പരിഗണിച്ചു. ഇതിനെ പരിഗണിച്ചത്, അതിനെയല്ല, സമ്പത്തിനെയല്ല. അപ്പൊ ലോകത്തിന്റെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവരാ മിസ്രയീമിലെ. ഏത് വിഷയത്തിലാ? ജ്ഞാനത്തിന്റെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും അക്കാലത്തെ കാര്യം പറയുന്നത്. ആ കാലത്ത് മോശ അത് വേണ്ടെന്ന് വെച്ചിട്ട് ക്രിസ്തുവിൽ നിന്ന് വലിയ ധനമെന്ന് എണ്ണി. 3-ാമത്തെ കാര്യം, 1 താൻ തിരഞ്ഞെടുത്തു, 2 താൻ നിരസിച്ചു, 3 താൻ എണ്ണി. ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം കയ്യിലുണ്ടെങ്കിലും, എത്ര ലക്ഷം ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിലും, ഇന്നത്തെ കാലത്ത് കണ്ടും കേട്ടും വരുന്ന ഒരു അസുഖത്തിന്, ഒരു രോഗത്തിന് പോലും തികയത്തില്ല. ഒരു രോഗത്തിന് പോലും 60 ലക്ഷം രൂപ വരെ മുടക്കി ചില ചികിത്സകൾ ചെയ്യുന്നവർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. 60 ലക്ഷം രൂപ വരെ മുടക്കി ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞു. ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒന്നും ആശ്രയിക്കേണ്ട. അതിന്റെ അർത്ഥം സമ്പത്ത് വേണ്ടെന്നല്ല, സമ്പത്തുള്ളവരുടെ സമ്പത്ത് ഇരിക്കട്ടെ, ന്യായമായിട്ട് ഉപയോഗിച്ചാൽ മതി, ഒത്തിരി മിച്ചം വെക്കരുത്, അത് മറ്റവർ കൊണ്ടുപോകും. പക്ഷെ ആശ്രയിക്കരുത്. അതിനേക്കാളും ക്രിസ്തുവിൽ നിന്ന് വലുതായിട്ടാണ് അത് നിലനിൽക്കുന്നതാണ്. അതാണ് ഇദ്ദേഹം എന്തെല്ലാം ചെയ്തോ, താൻ തിരഞ്ഞെടുത്തത് നിലനിൽക്കുന്നതായിരുന്നു, താൻ നിരസിച്ചത് താൽക്കാലികമുള്ളതായിരുന്നു, താൻ എണ്ണിയത് നിലനിൽക്കുന്നതായിരുന്നു. മിസ്രയീമിലെ നിന്ന ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായിട്ട് താൻ എണ്ണി. 4-ാമത്തെ കാര്യത്തിലേക്ക് വരാം. അതിന്റെ 27-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. തന്റെ 4-ാമത്തെ കാര്യപ്രവൃത്തിയാണ് താൻ മിസ്രയീം വിട്ടുപോകുന്നു. ഹി ലെഫ്റ്റ് ഈജിപ്റ്റ്. മിസ്രയീം വിട്ടുപോരുക എന്ന് പറഞ്ഞത് കൊച്ചു കാര്യമൊന്നുമല്ല. ഇത് മറ്റേ പുള്ളി ഈ പുറകെ വരുന്നയാളാണ്. 1 താൻ മിസ്രയീമിൽ നിന്ന് ഒരിക്കൽ പോയതാ. എങ്ങോട്ടാ പോയത്? നേരെ മിദ്യാനിലേക്ക് പോയത്. അതിന് കാരണം അറിയാമോ? ഒരു മിസ്രയീമിനെ തല്ലിക്കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം 2 സഹോദരന്മാർ സംസാരിക്കും, വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിന്നെ ആരാ ഞങ്ങൾക്ക് നേതാവാക്കി വെച്ചത്? അപ്പൊ മനസ്സിലായി ഇന്നലത്തെ കാര്യം നാട്ടുകാർ അറിഞ്ഞു. ഇത് ഫറവോൻ അറിഞ്ഞപ്പോൾ ഫറവോൻ മോശയെ അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ആ പോയ പോക്ക് വാസ്തവത്തിൽ ഭയമില്ലാതെ പോയത്. കാരണം തനിക്കറിയാം മിസ്രയീമിന്റെ അന്നത്തെ ജ്ഞാനമനുസരിച്ച്, സമ്പത്തനുസരിച്ച് ഒരുത്തനെ കൊന്നിട്ട് പോയാൽ എവിടെ പോയാലും കണ്ടുപിടിക്കും. അത് മോശക്കറിയാം. താൻ ഭയപ്പെട്ടില്ല. കാരണം ഞാൻ എന്റെ ജനത്തിനു വേണ്ടിയാ ചെയ്തെന്ന ബോധ്യത്തിൽ താൻ അങ്ങ് പോയി.
പിന്നെ പോയിടത്തൊക്കെ യോഗ്യമായി ജീവിച്ചു. കർത്താവ് തന്നെ മടക്കി കൊണ്ടുവന്നു. അപ്പൊ മിസ്രൈമിൽ താൻ എന്ത് ചെയ്യുന്ന അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നമ്മുടെ കർത്താവിന്റെ പേരുകളിൽ ഒരു പേരും സ്വഭാവമാണ് അദൃശ്യ ദൈവം, അല്ലയോ? അദൃശ്യനായ ദൈവം, രാജാതി രാജാവ്, അമർത്യതയുള്ളവൻ എന്നൊക്കെ ഒത്തിരി പേരുകളുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ താൻ ദൈവത്തെ കണ്ടോ? ദൈവത്തെ കണ്ടോ? ദൈവം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് സംഖ്യാപുസ്തകത്തിൽ, മോശയെ പോലെ ദൈവം അഭിമുഖമായി സംസാരിച്ച, എന്തോ അഭിമുഖം എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്, മുഖാമുഖം സംസാരിച്ച വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഉള്ളതുപോലെ ഉള്ള മഹത്വത്തോടെ കണ്ടില്ലെന്നേ ഉള്ളൂ. ഈ കത്തുന്ന മുൾപ്പടുത്ത് വന്നപ്പോൾ അവിടെ വായിക്കുന്നത് യഹോവ മോശയെ വിളിച്ചു എന്നാണ്. ദൂതൻ വിളിച്ചതല്ല, യഹോവ മോശയെ വിളിച്ചു. യഹോവയെ കണ്ടോ? കണ്ടു. എവിടെ കണ്ടു? തീക്കകത്ത് കണ്ടു. ഷേപ്പൊന്നും കണ്ടില്ല, അവിടെ ഉണ്ടെന്നറിയാം, ശബ്ദം കേട്ടു. അവൻ അദൃശ്യനാണ്. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നിട്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ മിസ്രൈം വിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? രാജാവ് ഒരു കൽപ്പന പറഞ്ഞാൽ വായിച്ച് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ ബാധയുമായിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ആ രാജാവ് ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹത്തോട്. 10:28 പുറപ്പാട് 10:28 പോകാ പറവ പറയാം മോശയോട്, എൻ്റെ അടുത്ത് പൊക്കോണം, ഇനി മേലെ ഇങ്ങോട്ട് എന്റെ മുഖം നീ കണ്ടാ നീ മരിക്കും. അപ്പൊ പറയുന്നത് സ്നേഹത്തോടാണ്, കോപത്തോടെയാണ്. കൊന്നുകളയെന്നാ പറഞ്ഞത്. മോശ അങ്ങ് പോയി. അഹരോനെ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് മോശ അങ്ങ് പോയി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പുള്ളിയെ കാണാൻ വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടില്ല. ദൈവം പറഞ്ഞു ഇനി അങ്ങോട്ട് പോകുന്നു വേണ്ട, ഞാൻ ചെയ്തേച്ചാൽ മതി. എന്ത് ചെയ്യണം? ഒരാടിനെ കൊണ്ട് കട്ടളക്കാലിൽ പെട്ടിയാൽ മതി. പിന്നെ നിങ്ങൾ വീട്ടിൽ ഇരുന്നു, ബാക്കി ഞാൻ ചെയ്തോളാം. ചെയ്തു. രാത്രി വലിയ കരുത്തിലുണ്ടായി. എല്ലായിടത്തും മരണമുണ്ടായി. ഇവിടെ മാത്രം മരണം ഉണ്ടായില്ല. ഉടനെ ഫർവോൻ പറഞ്ഞു പൊക്കോളം പറഞ്ഞെങ്കിലും മോശക്കറിയാം ഇവൻ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് പുറകെ വരുന്നവന്. മോശയ്ക്ക് ഇവൻ സ്വഭാവം അറിയാം. 40 വർഷം അവിടെ വളർന്നതല്ലേ, ഇവന്റെ എല്ലാ പ്രകൃതവും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഫറവന്മാർ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് മോശ ധൈര്യമായിട്ട് അവിടുന്ന് ചില മക്കളെ അങ്ങോട്ട് പുറപ്പെടുക. അത് ഈ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു 10-50 പേരൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് കയറി പോകാം. എത്ര പേരുണ്ട്? ഞാൻ ചിന്തിക്കുന്നത് 20 ലക്ഷം പേര് എന്തായാലും ഉണ്ട്. 6 ലക്ഷം പുരുഷന്മാരാ, സ്ത്രീകളും കുഞ്ഞുങ്ങളെയും കൂട്ടാതെ. ഈ 10-20 ലക്ഷം ആൾക്കാരെയും അവരുടെ സാധനങ്ങളെയും ആടുപാടുകളെയും ഒക്കെ ആയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ? പുറകെ പോയി പിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുറകെ വരുമെന്ന് മോശയ്ക്ക് അറിയുകയും ചെയ്യാം. അതാണ് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ മിസ്രൈം വിട്ടെന്ന് പറഞ്ഞതിന്റെ അതിന് കാരണം എന്നാ? കാരണമുണ്ട്. ഇപ്പൊ ഒന്ന് വായിച്ച് 12-ാം അധ്യായം, പുറപ്പാട് 12-ാം അധ്യായം. അങ്ങനെ പുറപ്പെടാൻ കാരണമുണ്ട്. പുറപ്പാട് 12:50-51. എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സ് 50 and 51. രാജാവിന്റെ കോപം എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? യഹോവ മോശയോട് ആ 51-ാം വാക്യം 50-ാം വാക്യം വായിച്ചേ. അടുത്ത വാക്യം അത്ര ഉള്ളൂ. അപ്പൊ അന്ന് തന്നെ യഹോവ അവരെ അവിടുന്ന് പുറപ്പെടുവിച്ചു. അപ്പൊ മോശ ജനങ്ങളെ കൊണ്ട് പുറപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ്. ദൈവമാണ് പുറപ്പെടുവിച്ചത്. ആ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം പുറപ്പെടുവിച്ച ജനങ്ങളെ കൊണ്ട് പോകുമ്പോൾ താൻ രാജാവിനെ ഭയപ്പെട്ടില്ല. അതിന്റെ കാരണം എന്നാ? ഫറോ എന്ന് പറഞ്ഞ ഒരു രാജാവാ. ദൈവമാരാ? രാജാവ്. രാജാവ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിനെ ഭയപ്പെട്ട കാര്യമുണ്ട്. ഈ ബോധ്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ മറ്റൊന്നിനെയും ഏതിനെയും ആരെയും ഭയപ്പെടുവാൻ ആവശ്യമില്ല. നമ്മളെ ഉപദ്രവിക്കുമോ, നമ്മളെ സഹായിക്കാതിരിക്കുമോ, നമ്മളെ കണ്ടാൽ മിണ്ടാതിരിക്കുമോ എന്നൊന്നും വിചാരിക്കണ്ട. കർത്താവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ മറ്റാരെയും ഭയപ്പെടുവാൻ ആവശ്യമില്ല. ലോകത്തിന്റെ ഭയം ഒക്കെ സാരമില്ലെന്ന് നാം എണ്ണണം. താൻ ഇവിടുന്ന്
മിസ്രയീം വിട്ടുപോയി എന്ന് പറയുന്നത് രാജാവിന്റെ കോപം ഭയപ്പെടാതെ പോയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം രാജാവിന്റെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്, എനിക്കതുകൊണ്ട് ആരെയും ഭയപ്പെടാൻ ആവശ്യമില്ല. അതാ തന്റെ 4ാമത്തെ പ്രവൃത്തി. 1, താൻ യോഗ്യമായി തിരഞ്ഞെടുത്തു. 2, നിരസിക്കേണ്ടത് നിരസിച്ചു. താൻ ക്രിസ്തുവിൽ നിന്ന് ധനമെന്ന് എണ്ണി. 4ാമത്തത് ധൈര്യത്തോടെ മിസ്രയീം വിട്ടുപോരുന്നു. ഇനി 5ാമത്തത് 28ാമത്തെ വാക്യം, വേഴ്സ് 28. അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു വാക്കോട് ചേർത്ത് പറഞ്ഞു, വിശ്വാസത്താൽ. തുടങ്ങിയത് എങ്ങനെയാ? വിശ്വാസത്താൽ എന്ന് പറഞ്ഞ. ഇവിടെ പിന്നെയും പറഞ്ഞു വിശ്വാസത്താൽ ചോരത്തളി ആചരിച്ചു എന്നാണ്. ആചരിച്ചു. ഹി കെപ്റ്റ് ദ പാസ്ഓവർ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അങ്ങനെയാക്കി. ഹി കെപ്റ്റ് ദ പാസ്ഓവർ. പെസഹ ആചരിച്ചു എന്നാണ്. അതൊരാചരണമാണ്. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഉണ്ടോ? രക്തം പുരട്ടിയാൽ മരിക്കാതിരിക്കും. കേട്ടിട്ടുണ്ടോ? ഇല്ല. തന്നോട് യഹോവ പറഞ്ഞു, ഒരു കുടുംബത്തിന് ഒരാട്ടുകുട്ടി വധ എടുക്കണം, അതിനെ സന്ധ്യാസമയത്ത് അറുക്കണം, അതിന്റെ രക്തം കട്ടളക്കാലിൽ മേൽ കുടുംബം മേൽ പുരട്ടണം, നിങ്ങൾ പെരക്കകത്ത് ഒരു കഥ വഴച്ച് അവിടെ ഇരുന്നോണം, വെളിയിലിറങ്ങാൻ പാടില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. ഈ രക്തമില്ലാത്ത വീടുകളിലെ ആദ്യം അതിന് മരിക്കും. എന്റെ സഹോദരന്മാരെ, ഇത് മോശയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ്. ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടുമില്ല. ആരാ പറഞ്ഞത്? യഹോവ. അത് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ താൻ അങ്ങ് ചെയ്യുക. ആ ഒരൊറ്റ പ്രവൃത്തിയാണ് ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. അതിനോട് ചേർത്ത് 2-3 വാക്കുകൂടെ ഞാൻ പറയാം. 9 അടയാളങ്ങൾ, 9 ബാധകൾ അയച്ചു. അതിന് മുൻപ് 1, 2, 3 അടയാളങ്ങൾ കാണിച്ചു. ഇതൊന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ സഹായമായില്ല. പിന്നെന്തായാലും സഹായമായത്? ആട്ടുംകൂട്ടി കൊല്ലപ്പെടണമായിരുന്നു, രക്തം ചൊരിയണമായിരുന്നു, രക്തം പുരട്ടണമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ പരസ്യ പ്രവർത്തന കാലത്ത് കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞുണ്ടാക്കിയത് മുതൽ അനേക അടയാളങ്ങൾ കാണിച്ചു. നമ്മെ രക്ഷിച്ചോ? അത്ഭുതങ്ങൾ കാണിച്ചു. നമ്മെ രക്ഷിച്ചോ? ഇല്ല. നന്നായി പ്രസംഗിച്ചു, പഠിപ്പിച്ചു. നമുക്ക് രക്ഷയുണ്ടായോ? ഇല്ല. പിന്നെന്താ? എപ്പോഴും രക്ഷയുണ്ടായത്? ഇവൻ ക്രൂശിൽ കയറി രക്തം ചൊരിഞ്ഞപ്പോഴാണ് രക്ഷയുണ്ടായത്. ഇതാണ് പിൽക്കാലത്ത് പൗലോസ് എഴുതി വെച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഇത് മോശക്കറിയായിരുന്നു. മോശക്കൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചായിരുന്നല്ലോ. ക്രിസ്തുവിന്റെ നിന്ന തന്റെ ഹൃദയത്തിലെ ചിന്ത കാണും. വരുവാൻ പോകുന്ന മശിയെക്കുറിച്ചുള്ള ചിന്ത തന്റെ ഹൃദയത്തിൽ കാണും. താൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തു. ലോകപ്രകാരം മണ്ടത്തരമാണ്. ഒരു ആട്ടുകുട്ടിയെ മുറ്റത്തിട്ട് കൊന്നിട്ട് അതിന്റെ രക്തം എടുത്ത് പുരട്ടണം, അതിന്റെ മാംസം ചുട്ടു തിന്നണം എന്നൊക്കെ പറഞ്ഞാൽ ലോകപ്രകാരം മണ്ടത്തരമാണ്. തമ്പുരാൻ പറഞ്ഞത് കണ്ണു അടച്ച് വിശ്വസിച്ചു. ബൈ ഫെയ്ത്ത് ഹി കെപ്റ്റ് ദ പാസ്ഓവർ. ഇതാ പ്രിയമുള്ളവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് മോശ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നത്. നമ്മൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താ? പല കാര്യങ്ങളും വേണോ വേണ്ടായോ, വേണോ വേണ്ടായോ എന്ന് ചിന്തിക്കുക. നമ്മൾ വേണോ വേണ്ട ചിന്തിക്കാത്ത ഒറ്റ കാര്യമുണ്ട്. എന്തെന്നറിയാമോ? അപ്പം നിങ്ങൾ വീഞ്ഞു കുടിക്കുക, സ്വത്രാഴ്ച ഇടുക. അത് നമ്മൾ ചിന്തിക്കത്തേ ഇല്ല, ചെയ്തുകൊണ്ടിരിക്കും. വേണോ വേണ്ട ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അത് നമ്മൾ മാറ്റത്തില്ല. എന്നാൽ പ്രമാണം ഒത്തിരി ഉണ്ട്, കൽപ്പന ഒത്തിരി ഉണ്ട്, പ്രസംഗം ഒത്തിരി കേൾക്കുന്നുണ്ട്, ക്ലാസ് ഒത്തിരി കേൾക്കുന്നുണ്ട്, പ്രഭാഷണം വായിക്കുന്നുണ്ട്. അതിൽ പലതും നാം ചിന്തിക്കുന്നത് വേണോ വേണ്ടായോ, അത്രയും വേണോ, ഇങ്ങനെ വേണോ, അവിടെ ഇരിക്കും. 1000 ആണ്ട് വാഴ്ച ഓർത്തോണം, 1000 ആണ്ട് വാഴ്ച ഓർത്തോണം. പിന്നെ കിട്ടണമെങ്കിൽ ഇപ്പൊ ജീവിച്ചോണം, ഇപ്പൊ ജീവിച്ചോണം. ഈ പറഞ്ഞ 5 കാര്യം തിരഞ്ഞെടുത്തു, നിരസിച്ചു, എണ്ണി, മിസ്രയീം വിട്ടു, പെസഹ ആചരിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല. പക്ഷെ എന്ത് വേണം? വിശ്വാസം വേണം. ബൈ ഫെയ്ത്ത്, വിശ്വാസത്തോടെ താൻ അത് ചെയ്തു എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ ഈ 5 കാര്യം ചെയ്തപ്പോൾ മോശയെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പഠിക്കുന്നയാളാണ്. കുറേ പഠിച്ചൊക്കെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട് മോശയെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ തന്നെ പല ക്ലാസ് പഠിപ്പിക്കാനുണ്ട്. കാരണം അത്രമാത്രം ശ്രേഷ്ഠ ഒരു മനുഷ്യനാണ്. ആ വിഷയമാണ് നമ്മളിപ്പം 5 വാക്കിൽ ഒതുക്കിയത്. താൻ വിശ്വാസ വീരനായിട്ടുണ്ട്. ഇനി ചിന്തിക്കാൻ പോകുന്നത് താൻ ഇത്രയും കാര്യം ചെയ്തത് എങ്ങനെയാണ്. ആദ്യത്തെ വാക്കിലേക്ക് മടങ്ങി വരാം. 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഞാൻ ആ പറയാൻ പോകുന്ന വാക്ക് എനിക്ക് സംശയമുണ്ട്, ഇച്ചിരി കടുപ്പമുള്ളതാണെന്ന്. പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴും കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ഒരു വാക്ക് പോലും കൂടുതൽ പറയാനിടയാക്കരുത്. വായിച്ച് 24-ാം വാക്യം. മോശ താൻ വളർന്നപ്പോൾ, അപ്പോഴാണ് ഈ കാര്യം ചെയ്തത്. വിശ്വാസം മാത്രമല്ലായിരുന്നു, പിന്നെന്തോ ആയിരുന്നു?
വളർച്ച. എന്താ ഈ പറഞ്ഞ വളർച്ചയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം അറിയണമെങ്കിൽ വേറൊരു വാക്ക് വായിച്ചു. പുറപ്പാട് 2:11. 40 വർഷം കൊട്ടാരത്തിൽ വളർന്നിട്ട് പുറത്തു വന്ന കാര്യമാണ്. എന്തുവാ 2:11? മതി. അക്കാലത്ത് മോശ മുതിർന്നപ്പോൾ. നമ്മുടെ വിഷയം എന്തുവാ? മോശ വിശ്വാസത്താൽ വളർന്നപ്പോൾ. വ്യത്യാസം വല്ലതും ഉണ്ടോ? ഈ രണ്ടും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രോൺ അപ്പ് എന്നാ. ഗ്രോൺ അപ്പ് രണ്ടും ആ നില അങ്ങനെ നിൽക്കട്ടെ. മലയാളം വ്യത്യാസമുണ്ട്. ഒരിടത്ത് മുതിർന്നു, ഒരിടത്ത് വളർന്നു. മുതിർന്നപ്പോൾ എന്താ ചെയ്തത്? മുതിർന്നപ്പോൾ മുതിർന്നപ്പോൾ ചെയ്തത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഒരുത്തിനെ തല്ലിക്കൊന്നങ്ങ് കുഴിച്ചിട്ടു. വളർന്നപ്പോഴോ? വളർന്നപ്പം തെരഞ്ഞെടുത്തു, നിരസിച്ചു, എണ്ണി, മിശ്രയം വിട്ടു, പെസഹ ആചരിച്ചു. വ്യത്യാസം മനസ്സിലായോ? എന്താ ഈ മുതിർന്നു വളർന്നു പറഞ്ഞാൽ? എനിക്ക് ഈ കാര്യം പറയാൻ ഒത്തിരി ഭാരമുണ്ട്. വിശ്വാസികളുടെ മധ്യത്തിൽ ഒരു നല്ല പങ്ക് ആൾക്കാരും മുതിർന്നവരാണ്. മുതിർന്നവരെന്ന് പറഞ്ഞാൽ ഞങ്ങള് 3-ാം തലമുറയാണ്. ബ്രദറിൽ മുതിർന്നവരാണ്. ഞങ്ങളുടെ അപ്പൻ ഉപദേശിയായിരുന്നു, മുതിർന്നവരാണ്. ഞങ്ങളുടെ അപ്പൻ മൂപ്പനായിരുന്നു. ഞങ്ങളുടെ വല്യപ്പൻ്റെ സ്ഥലത്താണ് സഭാഹോൾ പണിയാൻ സ്ഥലം കൊടുത്തത്. ഇവർ മുതിർന്നവരാണ്. മുതിർന്നിട്ടേ ഉള്ളൂ, വളർന്നിട്ടില്ല. മുതിർന്നവരെ കൊണ്ട് ഒരു പ്രയോജനവും സഭയ്ക്കുണ്ടാകത്തില്ല. ദുഃഖത്തോടെ പറയാം. എന്തേ പറ്റത്തുള്ളൂ? ചിലരെ കൊല്ലാൻ. അതിനാ സഹോദരൻ അങ്ങനെ പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞു, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. മുതിർന്നവരുടെ സ്വഭാവം ഇതാ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നേക്കാളും മെച്ചമാണ്. അവന്റെ മുഖത്ത് നോക്കി അങ്ങ് പറയും എന്തെങ്കിലുമൊക്കെ. മനുഷ്യനെ വേദനിപ്പിക്കുന്ന, പകയ്ക്കുന്ന സ്വഭാവം ഈ മുതിർന്നവർക്കുണ്ട്. മുതിർന്നവരെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഒന്നും അറിയാത്തവരാണ്. പക്ഷെ മോശ മുതിർന്നപ്പോൾ ചെയ്തത് ഒരുത്തനെ കൊന്നു, ഓടിപ്പോണ്ടി വന്നു. പിന്നെ 40 വർഷമെടുത്തു ദൈവത്തിനെ മോശ ഒന്ന് വളർത്താൻ. മനസ്സിലായോ? ഫറവോന് മോശയെ മുതിർന്നവനാക്കാനേ കഴിഞ്ഞുള്ളൂ. ദൈവം 40 വർഷം കൊണ്ട് മോശ ആരാക്കി? വളർത്തി. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ മുതിർന്നതാണോ അതോ വളർന്നതാണോ? അവരവരോട് മറുപടി പറഞ്ഞാൽ മതി. കുറവുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയ സമയമാണ്. ലളിതമായിട്ടത് പരിഹാരം ഉണ്ടാക്കാം. എന്താ പരിഹാരമാർഗമുണ്ട്. വായിച്ചു. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം മാത്രം നിങ്ങൾ വായിച്ചാൽ മതി, ബാക്കി ഞാൻ വായിക്കാം. എഫേസ്യർ 4:11. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11. നിയമിച്ചു. ഈ നിയമനം സഭയിലാണ്. ഇത് കൃപാവരത്തോട് കൂടിയുള്ള നിയമനവുമാണ്. കൃപാവരം കൊടുത്ത് സുവിശേഷതയാക്കി, കൃപാവരം കൊടുത്ത് മൂപ്പനെയാക്കി, കൃപാവരം കൊടുത്ത് ഉപദേഷ്ടാവിനെയാക്കി, പഠിപ്പിക്കുന്നവനെയാക്കി. ഈ 3 കൃപാവരത്തോടുള്ള ആളുകൾ എന്ന് സഭയിൽ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു. 12-ാം വാക്യം. അത് ഏതാ? ഈ 3 കൂട്ടരെ സഭയിൽ നിയമിച്ചിരിക്കുന്നത്. അത് നാം എല്ലാവരും വളരേണ്ടതിന് എവിടെ വളരണം? വിശ്വാസത്തിൽ വളരണം, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം, ഐക്യതയിൽ വളരണം, തികഞ്ഞ വിശുദ്ധത്തിൽ വളരണം, ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വളരണം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ട് വളരണം, ശുശ്രൂഷയ്ക്കായിട്ട് വളരണം, വേലയ്ക്കായിട്ട് വളരണം, ആത്മീയ വർധനയ്ക്കായിട്ട് വളരണം. ഇങ്ങനെ വളർന്ന് വരുമ്പോൾ എവിടെ വരെ വളരണം? 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന ഈ വളർച്ച എവിടെയാ കിട്ടുന്നത്? സഭയിലാണ്. മിക്കവാറും സഭകളിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഫുൾ പൂർണ്ണ ഹാജര് ഞായറാഴ്ചയുള്ളൂ. അന്ന് എന്താ കിട്ടുമെന്നേ പറയുന്നത്. അന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അന്ന് വളരെ ചുരുങ്ങിയ സമയത്താണ് കിട്ടുന്നത്. പ്രാർത്ഥനായോഗത്തിന് വന്നാൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടാം. ബൈബിൾ പഠിക്കുക ക്ലാസ്സിന് വന്നാൽ വചനം കേട്ട് ബലപ്പെടാം. അവിടെ വളർച്ച ഉണ്ടാകുന്നത്. കൂട്ടായ്മയോഗത്തിന് പോയാൽ അവിടെ കൂട്ടായ്മ അനുഭവിച്ച് ബലപ്പെടാം. ഇപ്പൊ സഭായോഗമാണ് ഓരോ വിശ്വാസികളുടെയും വളർത്തുന്ന സ്ഥലം. അതിന് പല വിശ്വാസികൾക്കും വൈമനസ്യമാണ്. പല മീറ്റിങ്ങുകൾ മാറ്റിവെച്ചിട്ട് ഒറ്റ മീറ്റിങ്ങുകൾക്ക് മാത്രം പോകുന്ന, ഒറ്റ സഭായോഗത്തിന് മാത്രം പോകുന്ന വിശ്വാസികളാണ് കൂടുതലും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും അതിന് മാറ്റം വരുത്തത്തില്ല. ഞാൻ ചോദിക്കും ചോദ്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഒരു നുള്ള
ബ്രെഡ് വായിലോട്ടിട്ടാൽ, ഒരു സ്പൂൺ വീഞ്ഞ് കുടിച്ചാൽ വളരുമോ? വളരുമോ? നിങ്ങളെന്താ അവരോട് പറയട്ടെ? അത് വളരാനുള്ളതല്ല. അത് വളരാനുള്ളതല്ല. അത് കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ ഓർപ്പിക്കുന്ന ഓർമ്മയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അത് കുടിച്ചാലും വളരത്തില്ല, തിന്നാനും വളരത്തില്ല. പിന്നെ എപ്പോഴാണ് വളരുമെന്നറിയാമോ? അത് കുടിക്കാനും തിന്നാനും വരുന്നതിന് മുമ്പ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഞായറാഴ്ചത്തേക്ക് ഒരുക്കത്തോടെ വരണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ബലപ്പെട്ട് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിനെ ആരാധിക്കാൻ വരണം. ആ 6 ദിവസത്തെ ഒരുക്കം നമ്മെ എന്താക്കും? വളർത്തും. 6 ദിവസം ഒരുക്കം നമ്മളെ വളർത്തും, അല്ലാതെ അപ്പം മീൻ നമ്മളെ വളർത്തത്തില്ല. ഇനി ഒരുക്കമില്ലാതെ വന്നാൽ വളർച്ചയുമില്ല, തളർച്ച മാത്രമേ ഉള്ളൂ, മുതിർന്നിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാം, ക്രമമായിട്ട് ചെയ്യാം. വീട്ടിലിരുന്ന് നന്നായിട്ട് വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും വേണം എല്ലാ ദിവസങ്ങളിലും. ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ വായിക്കാൻ സമയം കിട്ടും. എന്നിട്ട് വേണം ശുശ്രൂഷകൾക്കൊക്കെ കടന്നു വരാൻ. അത് മാത്രമേ നമ്മെ വളർത്തത്തുള്ളൂ. ആ വളർച്ച നാം പ്രാപിക്കണം. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. വിശ്വാസത്തിൽ ബലപ്പെടുന്നതിന് മുമ്പ് മോശ മുതിർന്നപ്പോൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. അത് ഇന്നും അറിയപ്പെടുന്നു: തല്ലിക്കൊന്ന് കുഴിച്ചുകൂടി. ആരും അറിഞ്ഞില്ല തന്റെ ധാരണ. ഇനി ഒരു വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. മോശ മുതിർന്നു കഴിഞ്ഞപ്പോഴാണല്ലോ തന്റെ യാത്ര ആരംഭിക്കുന്നത് ഇസ്രായേൽ മക്കളുമായിട്ട്. ആദ്യത്തെ പാപം വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിച്ചു വന്നു. അപ്പോൾ മോശയോട് യഹോവ പറഞ്ഞു, ഈ ജനം കഠിനമായ പാപം ചെയ്തു, നീഞ്ഞു വാ, ഞാൻ നിന്നെ വലിയവനാക്കാം, വലിയ ജാതിയാക്കാം, ഞാൻ ഇവരെല്ലാം നശിപ്പിക്കാൻ പോവാം. മോശ എന്താ പറഞ്ഞത്? കർത്താവേ, അങ്ങനെ ചെയ്യരുത്. എൻ്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ. ഏത് പുസ്തകമാണ്? ജീവന്റെ പുസ്തകമല്ലേ, പിന്നെ ദ ബുക്ക് ഓഫ് ലിവിങ്, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്നെ അങ്ങ് കൊന്നാൽ ഇവരാരെയും കൊല്ലരുത്. മുതിർന്ന മോശ കൊന്നു, വളർന്ന മോശ മരിക്കാൻ തയ്യാറായി. ഇനി പറ, ഞാൻ മുതിർന്നതാണോ വളർന്നതാണോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണം. നമ്മളിങ്ങനെ ഓരോ പറഞ്ഞാൽ പോരാ. ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞിട്ട് പോകുമ്പോഴും ഈ വീട്ടിൽ നിന്ന് കയറുമ്പോൾ തകർന്ന മനസ്സോടെ കയറുന്നത്. ഇതൊന്ന് പാലിക്കണം. എനിക്ക് കുറവുണ്ടെങ്കിൽ പരിഹരിക്കണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ. കേൾക്കുന്നതിനോട് നമ്മൾ കണക്ക് പറയണം. പ്രസംഗിക്കുന്നതിനോടും ഞാൻ കണക്ക് പറയണം. നമുക്ക് ജീവിക്കാം, വിശ്വാസം ജീവിക്കാം, കർത്താവിനെ ജീവിക്കാം. ലോകത്ത് നമുക്ക് വെറുക്കാം, വീരന്മാരെ ജീവിക്കാം. കർത്താവ് വരുമ്പോൾ പ്രതിഫലം കിട്ടും. അവനോട് കൂടെ പ്രവേശിച്ച് നല്ല സ്ഥാനമാനത്തിലൂടെ ജീവിക്കുവാനായിട്ട് ഈ ചിന്ത പഠനം മുഖാന്തരമാകട്ടെ. കർത്താവിന് വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.